അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. നിയമലംഘനങ്ങൾ കണ്ടെത്തി പിഴ ഈടാക്കുന്നതിനോടൊപ്പം ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നൽകുക കൂടിയാണ് ലക്ഷ്യം. വാഹനാപകടം കുറയ്ക്കുന്നതിനായാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന് സ്പെഷ്യൽ ഡ്രൈവ് എന്ന പേരിൽ പരിശോധന നടത്തുന്നത്. എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ടെങ്കിലും നിയമം ലംഘിക്കുന്ന ബസ്സുകൾക്ക് പൂട്ടിടുകയാണ് പ്രധാന ലക്ഷ്യം. ലൈസൻസ് ഇല്ലാതെ ബസ് ഓടിക്കുന്നതും എയർഹോൺ ഉപയോഗവും പ്രാഥമികമായി പാലിക്കേണ്ടതെല്ലാം പരിശോധനയിൽ വരുന്നു. അപ്പോൾ ഈ ഡ്രൈവിൽ നമ്മൾ കൂടുതലും മുൻതൂക്കം കൊടുക്കുന്നത് ബസ്സസിനാണ്. കാരണം ബസ്സിൻ്റെ ഡ്രൈവർമാരെ കണ്ടുപിടിച്ചിട്ട് അവർക്കുള്ള കറക്റ്റീവ് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അവരുടെ ലൈസൻസ് സസ്പെൻഷന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും നോക്കുക. മാക്സിമം അവർക്ക് ബോധവൽക്കരണം നടത്തുക. ഇതിലൂടെ ഒരു സന്ദേശമാണല്ലോ പാസ് ചെയ്യപ്പെടുന്നത്. മറ്റുള്ള ഡ്രൈവേഴ്സ് അതൊരു പാഠമാവട്ടെ എന്ന് കരുതിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ ബസ്. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ അമിത വേഗതയിൽ എയർഹോണുമായി ചീറിപ്പാഞ്ഞെത്തിയ ബസ്സിനും സ്പെഷ്യൽ ഡ്രൈവിൽ പിടിവീണു. രാവിലെയും വൈകുന്നേരവുമായി 2 ടീമുകളാണ് നിരത്തിൽ പരിശോധനയ്ക്കായി ഇറങ്ങുന്നത്. 15 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് സ്പെഷ്യൽ ഡ്രൈവ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.